ഇപ്പോ പിന്നെ നമ്മൾ ഗ്ലോബൽ ഫുട്ബോൾ മാറിയിട്ട് ഇപ്പൊ നമുക്ക് പഴയ പോലെ തന്നെ നമ്മളെ സ്ഥിരം ഫോർമാറ്റ് പോലെ തന്നെ ഗ്ലോബൽ ഫുട്ബോൾ കഴിഞ്ഞ് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഞാൻ പറയുകയാണല്ലോ ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ചേത്രിയും അതേപോലെ തന്നെ കുറേ ആൾക്കാരൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളാരും സപ്പോർട്ട് ചെയ്യണില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഞങ്ങളെ സ്റ്റേഡിയത്തിൽ ആരും കളി കാണാൻ വരുന്നില്ല, എല്ലാവരും കളിക്കാൻ പോയോ, കളി കാണാൻ പോയോ, അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ആൾക്കാർ എന്താണ് കളി കാണിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ കളി കഷ്ടപ്പെട്ടിട്ട് കാരണം അവരെ കളി ഒന്നാമത് ഇവര് അവിടെ നമ്മൾ പോയി കഷ്ടപ്പെട്ട് പോയി കണ്ടിട്ട് എന്താ അവർ കാട്ടുന്നത്? കളിക്കണില്ല. ഇവർക്ക് വേണ്ടത്ര എന്താണ് പറയാ കളി മികവോ ഒന്നുമില്ല. എന്നിട്ട് നമ്മളോട് കളി കാണാൻ പറയാണ്. കളി കാണാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഒരു കളിയിൽ ഒരു തേങ്ങയിൽ ഒരു മാങ്ങയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു സ്പോർട്ട് എടുക്കുകയാണെങ്കിലും ഏതൊരു ടൂർണമെന്റ് എടുക്കുകയാണെങ്കിലും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ സ്പോർട്സ് തന്നെ പലതരം സ്പോർട്സുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ക്രിക്കറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ഇപ്പൊ എല്ലാവരും കാണാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയത് സച്ചിൻ എന്നുള്ളൊരു ഒരു ഫിഗറിലോണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ സച്ചിന്റെ കളി എന്ന് പറഞ്ഞാൽ അത് സച്ചിൻ കളിക്കണ അങ്ങനത്തെ ഒരു കളിയാണ്. അങ്ങനത്തെ ഒരു കളി കളിക്കുന്ന സച്ചിനെ നമുക്ക് കാണാൻ വേണ്ടി മാത്രം കളി കാണാൻ പോയ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സച്ചിനൊപ്പം കളിച്ച ഇത്രയും പ്ലേയേഴ്സിന്റെ ഒരു കോർഡിനേഷൻ അതിൽ ഇന്ത്യൻ ടീമിന്റെ കളി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കളിയാണ്. അത് കാണാൻ വേണ്ടി എത്ര ആൾക്കാർ പോകും. അതേപോലെ തന്നെ ഇപ്പോൾ റൊണാൾഡോന്റെ കളി. റൊണാൾഡോ പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് പറയാ, റൊണാൾഡോ പറഞ്ഞാൽ അത്രയും വലിയൊരു സംഭവം, അത്രയും വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി എടുത്തിട്ടാണ് റൊണാൾഡോ കളിക്കുന്നത്. റൊണാൾഡോ ഇവിടെ ഫേസ്ബുക്കിൽ വന്നിട്ട് എന്റെ കളി ആരെയും കാണാൻ വരൂ, എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കിടന്ന് മോങ്ങല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ ടീമിന്റെ എന്താണ് ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണ്. 1983 ഇന്ത്യ എന്താണ് പറയാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വർഷം ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കണതിന് അവർക്ക് അറിയണാണ് ഇന്ത്യക്ക് എന്താണ് ഫിനാൻഷ്യലി, അതായത് ഇന്ത്യ മൊത്തത്തിൽ എല്ലാവർക്കും പുച്ഛമായിരുന്നു. ഇന്ത്യത്തെ മൊത്തം ആൾക്കാർക്കും ഇന്ത്യ ടീം ഇങ്ങനെ ഒരു ടീം ഉണ്ടെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല. ക്രിക്കറ്റിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നുണ്ടെന്ന് പോലും പല ന്യൂസ് പേപ്പറുകൾ പോലും റിപ്പോർട്ട് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ അത്രയും, അതായത് അപ്പൊ പോലും കപിൽ ദേവ് വന്നിട്ട് അല്ല അപ്പൊ പോലും അപ്പോഴത്തെ ക്യാപ്റ്റൻ വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഞങ്ങളെ കളി കാണാൻ വരില്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്തത്? അവരവിടെ പോയി കളിച്ചിട്ട് അവർ വേൾഡ് കപ്പ് എടുത്ത് തിരിച്ചു വന്നതിന് ശേഷമാണ് നാട്ടുകാർ മൊത്തം അറിഞ്ഞത്, ഇന്ത്യ മൊത്തം അറിഞ്ഞത് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ടീം ഉണ്ടെന്നും അവർക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നും അവർ ലോകത്തിന് മുന്നിൽ എന്താണ് ഒരു വേൾഡ് കപ്പ് എടുത്ത് ഉയർത്തി എന്നുള്ളൂ. അങ്ങനെയാണ് അവർ പേര് കാണിച്ചത്. നേരെ മറിച്ച് ഇവിടെ എന്താ ആഫ്കോണിൽ ഇവിടെ നേരെ മറിച്ച് ഇന്ത്യൻ ടീം എന്താ കാട്ടണത് ഫുട്ബോളിൽ? അവർ ഏഷ്യൻ കപ്പിൽ പോണ്, ഒരു കളി പോലും ജയിക്കാണ്ട്, ഒരു പോയിന്റ് പോലും എടുക്കാണ്ട്, ഒരു ഗോള് പോലും അടിക്കാണ്ട് പുറത്തായി പോണ്. എന്നിട്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് മോങ്ങുക, കളി കാണാൻ വരുന്നില്ല ആരും, അയ്യോ ഞങ്ങളാരും സപ്പോർട്ട് ചെയ്യണില്ലേന്ന്. നിങ്ങൾ കളിക്കി, നിങ്ങൾ ആ ഏഷ്യൻ കപ്പ് എടുത്തിട്ട് പോയോ, നിങ്ങൾ ഏഷ്യൻ കപ്പിൽ വലിയ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കും, ഒരു സെമി ഫൈനലോ അല്ലെങ്കിൽ ഒരു ഫൈനലിലോ എത്ത്, സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. നേരെ മറിച്ച് എന്താണ് പറയുക, ഒന്നും ചെയ്യാണ്ട് ഒരു കളിയും കളിക്കാണ്ട് ഇങ്ങനത്തെ ഊമ്പി കളി കളിച്ചിട്ട് ആര് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന? അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ എല്ലാ തരത്തിലും പ്ലേയേഴ്സിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ അതിന് മാത്രം ഒരു സൗകര്യങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരുക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. പിന്നെ പല പ്ലേയേഴ്സും എന്താണ് പരിക്കിന്റെ പിടിയിലാണ്, അവരെ കളിനെ ബാധിക്കുന്നുണ്ട്, പിറകോട്ടടിക്കുന്നുണ്ട്, അങ്ങനെയും പറയാം നമുക്ക്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ആണെങ്കിൽ പോലും മികച്ച പെർഫോമൻസ് നടത്താൻ ഈ കാലയളവിൽ ഒന്നും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. AFC ചാമ്പ്യൻസ് ലീഗിലൊന്നും ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലും ഇതുപോലെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു ലെവൽ പെർഫോമൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ലെവലിലുള്ള കളി കളിക്കണം. ഇപ്പൊ എത്ര 50 ലക്ഷം മാത്രം എന്താണ് ജനസംഖ്യയുള്ള ഐസ്ലാൻഡിന് വേൾഡ് കപ്പ് കയറാൻ കഴിച്ചെങ്കിൽ 130 കോടി ജനങ്ങളുള്ള എത്ര 130 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ട് കഴിയില്ല? ഇവിടെ പ്ലേയേഴ്സ് ഇല്ലായിട്ടാ. അപ്പൊ നിങ്ങൾ വേണ്ട രീതിയിൽ നന്നായി കളിച്ചു കഴിഞ്ഞാൽ, ക്വാളിറ്റി കളി കളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫാൻ ബേസും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. പറയുന്നത് ശരിയാണ്, ക്രിക്കറ്റിനാണ് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ, വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ക്രിക്കറ്റിന് സപ്പോർട്ട് ഉണ്ടായത് എങ്ങനെയാണ്? നാഷണൽ പറഞ്ഞ പോലെ ആ ഒരു വേൾഡ് കപ്പ് നേടിയോണ്ടാണ് ആ സപ്പോർട്ട് ഉണ്ടായത്. അതുപോലെ നിങ്ങളൊരു മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യും, ഇന്ത്യൻ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യും. അതുവഴി ഇന്ത്യൻ ഫുട്ബോൾ വളരും. ആ ഒരു കളിയാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്, ആ പ്രകടനം കാഴ്ചവെക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഫുട്ബോളിനെ ഞങ്ങൾ കാണികൾ ഗാലറി ഒന്ന് സപ്പോർട്ട് ചെയ്യും, അതുവഴി ഇന്ത്യൻ ഫുട്ബോൾ വളരും. കാണികളെല്ലാവരും കളി കാണാൻ കുടുംബസമേതം വരും. അതിലിപ്പോ മലപ്പുറംകാർക്ക് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യൻ ടീമിനെ ഫിനാൻഷ്യലി, അതായത് അവർക്ക് വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളൊന്നും ഒരുക്കണില്ല എന്ന സംഭവമാണ്. അതാണ് ഞാൻ മറ്റേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം പറഞ്ഞത്.
ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അവർ വലിയ കഷ്ടപ്പെട്ടാണ് അവിടെ എത്തിയത് പോലും. അവർക്ക് പ്രോപ്പറായിട്ടുള്ള മീഡിയ അറ്റൻഷനോ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. ഇവരെങ്ങാട്ടി മോശം അവസ്ഥയിൽ, ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെങ്ങാട്ടി മോശം അവസ്ഥയിലായിരുന്നു അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് അവർ ഈ ഒരു ലെവലിലെത്തിയത്. അതിനുശേഷം ഞാൻ ഇപ്പൊ നേരത്തെ മലപ്പുറക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ അതിനുശേഷമാണ് പിന്നെ എന്ത് ചെയ്തത്, പിന്നെ ആ ഒരു ക്രിക്കറ്റിന്, അതായത് വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലും മൊത്തത്തിൽ ക്രിക്കറ്റിന് ഒരു വലിയൊരു പേര് വന്നത്. അതിനുശേഷമാണ് വിരാട് കോഹ്ലി പോലത്തെ പ്ലേയേഴ്സ് വന്നത്. ഇപ്പൊ ഞാൻ ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി സിറ്റുവേഷൻ പറയാണ്. അതായത് സുനിൽ ഛേത്രി പോയിട്ട് ഒരു വേൾഡ് കപ്പ് എടുക്കണ്, അല്ലെങ്കിൽ ഒരു ഏഷ്യൻ കപ്പയിൽ എടുക്കണ്. അപ്പൊ എന്താണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം, ഇപ്പൊ നമ്മളിപ്പോ ഖത്തർ വേൾഡ് കപ്പ് എടുത്ത പോലെ, അതായത് ഇന്ത്യ പറഞ്ഞൊരു രാജ്യം എന്താണ് വേൾഡ് കപ്പ് എടുക്കുകയാണ്. അല്ല, എന്താണ് ഖത്തർ ഏഷ്യൻ കപ്പ് എടുത്ത പോലെ, അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഏഷ്യൻ കപ്പ് എടുക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഫുട്ബോൾ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് മറ്റു രാജ്യങ്ങൾ പറയും, അവർ ഇതേപോലെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഇന്ത്യയിലത്തെ നമ്മളെ എന്താണ് യുവത്വം എന്ത് ചെയ്യും, അവർക്കൊരു ഇത് കിട്ടുകയാണ്, പോസിറ്റീവ് ഇത് കിട്ടുകയാണ്. അപ്പൊ ഇപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സന്ദേശ് സിംഗും പറയണ്ടായി, ഇത് ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒരിക്കലും ഫോറിൻ ആയിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഇതിൽ പോയി കളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതായത് അവിടുത്തെ പൗരത്വം എന്താക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പൗരത്തിൽ ഇവിടെ കളിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ നിയമത്തിന്റെ കുറെ വയ്യാവേലികളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിന് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കളിക്കുക എന്നുള്ളതാണ്. വേറൊരു ഓപ്ഷൻ അവർക്കില്ല. ഇന്ത്യയിൽ കളിച്ചാലാ ആരും അറിയില്ല, വലിയ പൈസയും കാര്യങ്ങളൊന്നും കിട്ടൂല. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എടുക്കണില്ല. ഗവൺമെന്റിലായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ട് കാര്യങ്ങളൊന്നും കിട്ടണില്ല. അപ്പൊ അതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ഏഷ്യൻ കപ്പ് എടുക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് മാത്രമല്ല, ഫാൻസിന് പോലും പറയാം, ഫാൻസ് കൂടെ നിൽക്കും വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് മാറും. അതായത് ഏഷ്യൻ കപ്പ് എടുത്ത ടീമിനെ നമ്മൾ കാര്യം പറഞ്ഞ നാണക്കേടല്ലേ, ഏഷ്യൻ കപ്പ് എടുത്ത ഒരു ടീമിന് അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യലി പൈസ കിട്ടില്ല പറഞ്ഞാൽ അപ്പൊ അത്രയും വലിയ നാണക്കേടല്ലേ. ബാക്കിയുള്ള രാജ്യത്തിന് മുന്നിൽ എന്താണ് ഇന്ത്യക്ക് നാണക്കേടാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇന്ത്യ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവും, അത്ര വലിയ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും, ഇന്ത്യ ഈ ഒരു പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ സാങ്ഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലെത്തും.